എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോടെ നിൽക്കുന്ന എൻ്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. ബട്ട് ദെൻ അത് ഐ വിൽ നോട്ട് ഡു ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഡു ഇറ്റ് എവർ. ഐ ഡോണ്ട് തിങ്ക് ഐ എവർ ഡു ഇറ്റ്. ബട്ട് ദെൻ പേഴ്സണലി നമ്മളറിയാന്നുള്ള ഒരു എല്ലാവർക്കും ഒരുവിധം ഞങ്ങളുമായിട്ട് കണക്ഷനുള്ള ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും എൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും നമ്മൾ ക്ലോസ് ആയിട്ട് അറിയാന്നുള്ള പീപ്പിൾ ഹു റിയലി മാറ്റർ ടു അസ്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള എവ്രിബഡി നോസ് ദിസ്. ബിക്കോസ് ഇത് വൺ ഡേയിലെ ഒരു കാര്യമല്ല. ദിസ് ഇസ് സംതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ ഓവർ എ ലോങ് ടൈം. സോ നോർമലി നമ്മൾ നോർമൽ ടോക്സിൽ വെൻ വി ഹാവ് സം സർട്ടൻ ഇഷ്യൂസ്, വെൻ വി ആർ റിയലി ഗോയിങ് ത്രൂ സം കൈൻഡ് ഓഫ് എ മെസ് ആൻഡ് ഓൾ, നമ്മളിങ്ങനെ നമുക്ക് ഡിസ്കസ് വിത്ത് ആ ഫ്രണ്ട്സ് ഓർ വിത്ത് ഓൾ ദാറ്റ്. സോ എന്നെ അറിയാമെന്നുള്ളവർക്കും എൻ്റെ കുഞ്ഞുങ്ങളെ അറിയാമെന്നുള്ളവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വാട്ട് എവർ ഇസ് ദ ബിഗ് ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് എവറിബഡി ആർ അവെയർ ആൻഡ് ദേ നോ വാട്ട് ഇസ് ദ ട്രൂത്ത് ആൻഡ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് ടു അസ്. യുനോ, നമ്മളറിയാമെന്നുള്ളവർ ദേ ഷുഡ് ബി നോയിങ് ദ ട്രൂത്ത്. ആൻഡ് വെൻ ദ ട്രൂത്ത് ഇസ് very transparent in front of so many people who care for us and who we personally we are bothered, അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാവുന്നിടത്തോളം then what the public says, what public നമ്മളെ ജഡ്ജ് ചെയ്യുന്നതോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് that's what I think. Because end of the day what matters is our peace of mind and നമ്മൾ ചെയ്തിട്ടുള്ള deeds. ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എന്തൊക്കെ വാട്ട് ഐ ഹവ് ഡൺ ഫോർ മൈ പാരൻസിനും അതിങ്ങനെ ലിസ്റ്റ് ഇട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ഐ ഹവ് ഡൺ. അത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങളൊക്കെ എന്തെങ്കിലും എൻ്റെ വീഡിയോസിൽ ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ പോകുന്നതോ ഒക്കെ ആയിട്ടില്ല. ഞാൻ ചിലപ്പോൾ ഒരു 20 പ്രാവശ്യം അവരുടെ കൂടെ എന്തിനെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ പക്ക ഡെയിലി നടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടേ ഇല്ല. ഡാഡി വീട്ടിൽ വന്നിരിക്കുമ്പോൾ അവസാനത്തെ ഫ്യൂ ഡേയ്സൊക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വിഷ്വൽസ് ഞാൻ എപ്പോഴും എടുത്തിരുന്നത്. ബിക്കോസ് ഐ ഓൾവേസ് ഫിയർഡ് സംതിങ് മൈറ്റ് ഹാപ്പൻ ടു ഹിം. ബിക്കോസ് ആ സ്ട്രോക്കും ആ സർജറിയും ഒക്കെ കഴിഞ്ഞിരുന്നത് കൊണ്ട് ദോ ഹി വാസ് നോട്ട് അത്ര വലിയ സിക്കൊന്നും അല്ലായിരുന്നത് എങ്കിലും ഈ കഴിക്കുന്ന മെഡിസിൻസും പുള്ളിയുടെ പല അസുഖങ്ങളുടെ മെഡിസിൻസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ശത്രുക്കളായിരുന്നു. സർട്ടൻ മെഡിസിൻസ് ഇപ്പം പുള്ളിയുടെ ന്യൂറോ ഇഷ്യൂസിന് കഴിച്ചതും കാർഡിയോ ഇഷ്യൂസിന് കഴിക്കുന്നതും പിന്നെ പുള്ളി ഡയബറ്റിക്കിന് പല മെഡിസിൻസും ഈ ഒന്ന് മറ്റതിന് അത്ര അങ്ങോട്ടൊരു ഫേവറബിൾ അല്ലായിരുന്നു. അപ്പം ഈ പുള്ളിയുടെ ഇതിന് എപ്പോഴെങ്കിലും ഒരു കാർഡിയാക് അറസ്റ്റ് പോലെയൊക്കെ എന്തെങ്കിലും വരാനുള്ളൊരു സാധ്യത വാസ് ഓൾവേസ് ദെയർ സംവെയർ. പക്ഷെ നമ്മളെപ്പോഴും വി വർ ഹോപ്പിംഗ് നത്തിങ് വിൽ ഹാപ്പൻ. ബിക്കോസ് ഞാൻ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാലും പുള്ളി മരിക്കുന്നതിൻ്റെ തലേദിവസം പോലും ഐ റഷ്ഡ് ഹിം ടു ദ ഹോസ്പിറ്റൽ ഇൻ ദ ഈവനിങ് ആൻഡ് that was the last video of my father what I had when he was alive. അതിലും എല്ലാം ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമില്ലായിരുന്നു. So I was hoping he will go on and on and on for so many more years. That's what I was hoping. And നമുക്ക് പറ്റുന്ന പോലെ I was trying really hard to എല്ലാം ഒന്ന് നന്നായിട്ട് വയ്ക്കാൻ. I tried really hard. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ കാണിച്ചിട്ടുള്ളതിനേക്കാൾ like my every day was actually for them, you know. എൻ്റെ ഓരോ ദിവസം ഞാൻ ചാർട്ട് ചെയ്യുന്നത് വാസ് ഫോർ മൈ പാരൻസ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഈ വീട്ടിൽ എല്ലാവരും ഒക്കെ തുടങ്ങിയല്ലോ 2020 ആ കോവിഡ് തുടങ്ങിയ ആ കാലത്ത് ഞാനായിരുന്നു ലാസ്റ്റ് തുടങ്ങിയ ആൾ കേട്ടോ. എനിക്കാണെങ്കിൽ തുടങ്ങാൻ താല്പര്യമേ ഇല്ലായിരുന്നു. ഞാനന്നിങ്ങനെ ആലോചിക്കും, ഈ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഉള്ളപ്പോൾ എന്തിനാണ് ഈ ഒരു യൂട്യൂബ്? അതിലെന്തിടാനാ? അതിൽ വീഡിയോസൊക്കെ ഇല്ലേ, എന്തിടാനാ? നിങ്ങളൊക്കെ വീഡിയോസ് ഇട്, ഞാൻ പിള്ളേരോട് നിങ്ങളൊക്കെ ഇട്, നിങ്ങളുടെ വീഡിയോസിലൊക്കെ ഞാൻ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഞാൻ എന്തിനാ ഇടുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ഐ ഷു തിങ്ക്, യുനോ. സോ കിച്ചു ആണ് പറഞ്ഞുകൊണ്ട് നീ എന്തെങ്കിലും തുടങ്ങും, നീ സ്റ്റാർട്ട് ചെയ്യട്ടെ, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ നിനക്ക് സംസാരിക്കാനില്ലേ, അല്ലെങ്കിൽ നിന്റെ എന്തെങ്കിലുമൊക്കെ അതുപോലെ പേഴ്സണലായിട്ട് കുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ലൈഫിലെ കാര്യങ്ങളോ ഒക്കെ ഇട്, ഇറ്റ് ബി ഗുഡ്. എന്തെങ്കിലും ഒരു വരുമാനം ആകുമല്ലോ. അപ്പം ഇതിലൊരു മോണിറ്റൈസേഷൻ, പൈസ കിട്ടുന്ന കാര്യം, അതൊന്നും വളരെ സീരിയസ് ആയിട്ട് നമ്മളെ വീട്ടിൽ അങ്ങനെ ആരും കണ്ടിരുന്നില്ല. അതൊക്കെ ഇങ്ങനെ നമ്മളിൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പതുക്കെ സംഭവിച്ചതാണ്. അപ്പം അമ്മു ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പം അതിൽ ഓക്കെ ആവുന്ന കണ്ടിരുന്നിട്ട് ഓസി സ്റ്റാർട്ട് ചെയ്യുന്നു, ഇഷാനി സ്റ്റാർട്ട് ചെയ്യുന്നു, കിച്ചു സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അൻസു സ്റ്റാർട്ട് ചെയ്യുന്നു, ലാസ്റ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവുന്നതും സിൽവർ പ്ലേ ബട്ടണൊക്കെ എല്ലാവർക്കും അടുപ്പിച്ചൊക്കെയാണ് വന്നതും. ആൻഡ് നമ്മുടെ വീഡിയോസ് വർ ഡൂയിങ് വെൽ ആൻഡ് വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് പേയ്മെൻറ്റ്. അതൊക്കെ പെട്ടെന്നായിരുന്നു.
അപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഏതോ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പേയ്മെൻറ്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ആകെ ആലോചിച്ചു ഇത്രയേ ഉള്ളൂ. എനിക്കങ്ങനെ ഒരുപാട് വലിയ എമൗണ്ട് കിട്ടണം എന്നൊന്നും എനിക്ക് തുടക്കത്തിൽ ഒരു ആഗ്രഹമൊന്നുമില്ല. ഞാൻ മനസ്സിലാലോചിക്കുന്നത് ഐ ഷുഡ് ഗെറ്റ് എൻ എമൗണ്ട് വിച്ച് ഐ വിൽ ബി ഏബിൾ ടു സ്പെൻഡ് ഫോർ മൈ പാരൻസ്. എൻ്റെ പാരൻസിന് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. കാരണം അന്ന് വരെയും ഈ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ കാലം വരെയും യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു എനിക്ക് പേയ്മെൻ്റ് ഒക്കെ കിട്ടി തുടങ്ങിയത് ഒരു 2021 ഒക്കെ ആയിട്ടായിരിക്കും നാച്ചുറലി. കാരണം ഞാൻ 2020 എൻഡിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്കൊരു ആദ്യമായിട്ട് എൻ്റെ ഒരു ചെറിയൊരു പേയ്മെൻ്റ് ഒക്കെ എനിക്ക് ആദ്യം കിട്ടി തുടങ്ങിയത് 2021 അത് പിന്നെയാണ് ഇറ്റ് സ്റ്റാർട്ടഡ് ഗോയിങ് അപ്പ്. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെയും എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന എൻ്റെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പുകളെല്ലാം, ഞങ്ങൾക്കൊരു അഡ്വർടൈസിങ് കമ്പനി ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ളൊരു പേയ്മെൻ്റ് എടുത്തോ, എൻ്റെ കുട്ടികൾ തരുന്നതോ അല്ലെങ്കിൽ കിച്ചു തരുന്നതോ ഒക്കെ ആയിട്ടുള്ള പേയ്മെൻ്റ് എടുത്തായിരുന്നു ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അന്നൊക്കെ ഞാൻ അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അപ്പം പലപ്പോഴും എനിക്ക് തന്നെ ചില സമയത്ത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്ന മാസങ്ങളിലൊക്കെ എനിക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആവും, നമ്മുടെ വീട്ടിൽ ഇത്രയും ചിലവുകൾ ഉള്ളപ്പോൾ ഐ എം ഡൂയിങ്. അപ്പം തന്നെ ഒരിക്കൽ പോലും കിച്ചു ആയാലും എൻ്റെ കുട്ടികളായാലും ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല ലൈക്ക് വൈ ആർ യു സ്പെൻഡിങ് സോ മച്ച് ഫോർ ദം. ദേ നെവർ ആസ്ക്ഡ്, ഒരിക്കലും ചോദിച്ചിട്ടില്ല. ബിക്കോസ് അതങ്ങനെ ആയിരുന്നു. ബിക്കോസ് നാച്ചുറലി എന്നെ എന്താണ് മൈ ഫാദർ ഹാഡ് ഗിവൺ മീ എ വെരി വെരി കംഫർട്ടബിൾ ലൈഫ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഒരിക്കലും ആരും ചോദിച്ചിട്ടില്ല. അപ്പം എനിക്കെപ്പോഴും ഒരു ഗിൽറ്റ് കാണുമല്ലോ, നമുക്ക് ഇങ്ങനെ എടുത്തൊക്കെ അവർക്ക് വേണ്ടി ഒരു പരിധിക്കപ്പുറം ഞാൻ ചിലവാക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഗിൽറ്റ് കാണും. പക്ഷെ ഞാൻ വെൻ ഐ സ്റ്റാർട്ടഡ് ഏർണിങ് ഐ വാസ് തിങ്കിങ് അപ്പ എനിക്കിനി അവർക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു ഗിൽറ്റ് തോന്നേണ്ട കാര്യമില്ലല്ലോ. ലൈക്ക് എനിക്ക് ആരോടും പറയണ്ടല്ലോ ഈ മാസം അവർക്ക് ഇത്രയാണ് ഞാൻ ചിലവാക്കിയത്. എനിക്ക് ആരോടും പറയണ്ട. ഐ ഡോണ്ട് ഹാവ് ടു കൺവിൻസ് എനിബഡി. സോ ദാറ്റ് വാസ് എ ഫ്രീഡം ഐ റിയലി ഹാഡ് ഫ്രം യൂട്യൂബിൽ നിന്ന് ഞാൻ വെൻ ഐ സ്റ്റാർട്ടഡ് ഏർണിങ് എനിക്ക് ഒരുപാട് കൊളാബ്സ് വരുന്നുണ്ടായിരുന്നു. ഐ വാസ് ഡൂയിങ് എ ലോട്ട് ഓഫ് അതുപോലത്തെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വെൻ ഐ സ്റ്റാർട്ടഡ് ഏർണിങ് എൻ്റെ മനസ്സിൽ ഏറ്റവും സന്തോഷമായിരുന്നു ലൈക്ക് ഐ ക്യാൻ സ്പെൻഡ് മോർ ഫോർ മൈ പാരൻസ് ലൈക്ക് വിത്തൗട്ട് ഫീലിംഗ് ഗിൽറ്റി, യുനോ. അപ്പോൾ എനിക്ക് ആരോടും ചോദിക്കണ്ട. ഐ വോണ്ട് ടു ഡു വാട്ട് എവർ ഐ വോണ്ട് ടു ഡു ഫോർ ദം. ഐ കുഡ് ജസ്റ്റ് ഡു. അവർക്ക് മാത്രമല്ല, ഐ കുഡ് ഡു ഫോർ ലോട്ട് ഓഫ് അതർ പീപ്പിൾ ഓൾസോ. ലൈക്ക് നമ്മുടെ വീട്ടിനകത്ത് ആ ഒരു ഫണ്ട്, നമ്മുടെ ഒരു ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന ഫണ്ടിനൊക്കെ ഒരു കണക്കുണ്ടല്ലോ. അതിങ്ങനെ ചുമ്മാ അങ്ങനെ ഒത്തിരിയും വരത്തില്ല, ഒരു കണക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓൾറെഡി വി ഹാവ് ആ തിങ്സ്, ആ ലോൺസ് ആൻഡ് കാര്യങ്ങളും. അപ്പം ദിസ് ഐ വാസ് ലൈക്ക് എക്സ്ട്രീംലി ഹാപ്പി. ആൻഡ് യൂട്യൂബ് ഒക്കെ തുടങ്ങാൻ ഉണ്ടായ ഒരു മെയിൻ കാരണം തന്നെ, ഇഫ് എവർ ഐ ആം ഏബിൾ ടു മേക്ക് സം മണി ഐ ഷുഡ് ബി ഏബിൾ ടു have the freedom എൻ്റെ പാരൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എനിക്കൊരു ഫ്രീഡം വേണം. ദാറ്റ് വാസ് മൈ മെയിൻ ഇൻറ്റൻഷൻ. ആൻഡ് താങ്ക് ഗോഡ് till the end, till when my father was here and till all the expenses നോക്കാനായിട്ട് I was able to do it so happily. And എപ്പോഴും എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായിട്ടുള്ള എമൗണ്ടുകൾ വരുമ്പോൾ all my children were extremely happy to help, you know. ഞാൻ വലിയൊരു എമൗണ്ട് ആകുമ്പോൾ ഞാനിങ്ങനെ പിള്ളേരോട് പറയും, ആടാ അപ്പൂപ്പന്നെ ഈ മാസം ഇതൊക്കെയാ ചിലവ്, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ അപ്പം തന്നെ they will all put a share, you know. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോഴായാലും വലിയ എക്സ്പെൻസസ് ഇടയ്ക്കിടയ്ക്ക് it used to come. And then when we started keeping a home nurse and stuff like that and all, like everybody used to help. And it was very very kind of all my children to do that. Because എനിക്കൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ് പാരൻസിനൊക്കെ വേണ്ടി, മൈ ഫാദേഴ്സ് പാരൻസ് വെൻ ദേ വർ അലൈവ്, അതിൽ ഒരാൾ മരിച്ചത് ഞാൻ ഓസിയ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ്. My grandmother died after Ishani was born. But I don't even remember അവരെയൊക്കെ ഫിനാൻഷ്യലി ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഐ ഡോണ്ട് റിമെമ്പർ അറ്റ് ഓൾ. അവർക്ക് അവിടെ കാണാനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും വല്ല ഭക്ഷണ സാധനമൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഒരു 5000 രൂപ പോലും ഞാൻ എടുത്ത ഇതാ നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ട് എനിക്ക് ഓർമ്മയില്ല. ബിക്കോസ് അന്നൊന്നും ഐ വാസ് ഇൻ ഏർണിങ് ആൻഡ് അങ്ങനെയൊന്നും നമ്മുടെ കയ്യിൽ അങ്ങനെ കൊടുക്കാനും ഒന്നും ഇല്ലായിരുന്നു. പ്ലസ് അങ്ങനെയൊന്നും ഉള്ളൊരു വിസ്ഡമോ എനിക്കൊന്നില്ലായിരുന്നു. മനസ്സിലായില്ലേ? എൻ്റെ വിചാരം മൈ ഡാഡ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ ദേ ആർ ഓൾ വെൽ ഓഫ്, ദേ വിൽ ടേക്ക് കെയർ. അങ്ങനെയാണ് നമ്മളെന്ന് ചിന്തിക്കുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മൈ ചിൽഡ്രൻ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ആൻഡ് എംഡോക്കിന്റെ 4% നയാസിനമൈഡ് സൺസ്ക്രീൻ പർപ്പിൾ കളർ ഇന്ത്യൻ യെല്ലോ സ്കിന്നിനെ ഇൻസ്റ്റന്റ്ലി ന്യൂട്രലൈസ് ചെയ്യും. ഫേസിന്റെ ഒരു സൈഡ് മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് ബ്രൈറ്റ് കാണാൻ കഴിയും. ഇതിലെ 4% നയാസിനമൈഡ് സ്കിൻ ബ്രൈറ്റ് ചെയ്യാൻ സഹായിക്കും. പെട്ടെന്ന് അബ്സോർവ് ആകുകയും സ്കിൻ നല്ല മോയ്സ്ചറൈസ് ആകുകയും പിന്നെ നല്ല അടിപൊളി ഗ്ലോയിങ് കിട്ടും. ഇതിൽ SPF 15 പ്രൊട്ടക്ഷൻ ഉണ്ട്. ജെൻസിനും ലേഡീസിനും ഒരുപോലെ യൂസ് ചെയ്യും. കൂടാതെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അൾട്രാ വയലറ്റ് ബ്രൈറ്റനിങ് സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ടാൻ റിമൂവ് ആകുകയും ചെയ്യും. സ്കിൻ കെയർ പ്ലസ് സൺ കെയർ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇത് കേരളത്തിലെ ടോപ്പ് 10 സർച്ച്ഡ് സൺസ്ക്രീനുകളിൽ ഒന്നാണ്. പിന്നെ ഇതാണ് കേരളത്തിലെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബ്രാൻഡ്.
ആൻഡ് ഓൾ ദി അതർ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ദാറ്റ് ഇസ് ദർ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ക്ലാരിഫിക്കേഷനും ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ്. എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ എനിക്കത് പറയാൻ താല്പര്യമില്ല. നമ്മളെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിച്ചാൽ മതി. സി, എല്ലാത്തിൻ്റെ പിന്നിലും ദർ ആർ അജൻഡാസ് ആൻഡ് സർട്ടൻ തിങ്സ്. ഇപ്പം ഈ ഒരു സംഭവം ഇപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ വീഡിയോ പോലെ വന്നില്ലായിരുന്നെങ്കിൽ ഓവർ ദ എന്താണ് വരാൻ പോകുന്ന മറ്റു പലരുടെയും വീഡിയോസിലൂടെ ലിറ്റിൽ ബിറ്റ് ഓഫ് സർട്ടൻ തിങ്സ് കൂടെ ആക്കുമ്പോൾ എന്ന് നിങ്ങളൊക്കെ ചോദിക്കും, എന്ത് പറ്റി എന്താ അമ്മയുടെ അടുത്ത് പോകില്ലേ, അമ്മ എന്താ നിങ്ങൾ കാണുന്ന വീഡിയോസിൽ കാണുന്നില്ലല്ലോ. സോ അതുപോലത്തെ ടോക്സ് വുഡ് ഹാവ് കം ത്രൂ ഔട്ട്. ഇനിയിപ്പോൾ എന്തായാലും ആരും വന്ന് എൻ്റെ അടുത്ത് ചോദിക്കത്തില്ലല്ലോ, ലൈക്ക് വീട്ടിൽ എന്താ അമ്മ വരാത്ത. അപ്പം ഓൾ ഐ ക്യാൻ സേ ഫോർ ദ ടൈം ബീങ് കുറച്ച് നാളത്തേക്ക് എന്തായാലും ഐ എം എക്സ്ട്രീംലി ഹേർട്ട്. സോ കുറച്ച് നാളത്തേക്ക് അറ്റ്ലീസ്റ്റ് തിങ്സ് വിൽ നോട്ട് ബി ഓൾ ദാറ്റ് ഓക്കെ. ആൻഡ് മേ ബി സമയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹീലറാണ്. സമയം കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ വിതിൻ ദ ഫാമിലിയൊക്കെ ദർ ആർ പോസിബിലിറ്റീസ്, കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാമായിരിക്കാം. ആൻഡ് ഐ മൈറ്റ് ജസ്റ്റ് ബി ഓക്കെ ആൻഡ് ഷീ മൈറ്റ് ബി ഓക്കെ ആൻഡ് തിങ്സ് മേ ബി ഓക്കെ ആൻഡ് ഐ ഡോണ്ട് നോ. അതൊന്നും പറയാൻ പറ്റത്തില്ല. ഐ ജസ്റ്റ് വി ഡോണ്ട് നോ. മനുഷ്യരുടെ കാര്യമല്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ഞാൻ എന്നും ഒരു പീസ് ലവറായിരുന്നു. ഐ ഓൾവേസ് വാണ്ടഡ് പീസ്. ആൻഡ് വെൻ ഐ വാസ് നോട്ട് ഗെറ്റിംഗ് ഇറ്റ്, ഓൾ വി ക്യാൻ, നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നതാണ് അത് മാറി നിൽക്കുക. ജസ്റ്റ് കീപ് സൈലന്റ്. പക്ഷെ അത് വെൻ പീപ്പിൾ കം ആൻഡ് സേ സർട്ടൻ തിങ്സ് ആൻഡ് നമ്മളെ കൈ ചൂണ്ടുമ്പോൾ വി ഹാവ് ടു ക്ലാരിഫൈ അല്ലേ. ഒരു ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാവേ, കലയുമേ കിച്ച്. അപ്പം അങ്ങനെയൊക്കെയാണ്. സോ ഇനി അങ്ങോട്ട് ഐ വിൽ ബി റെഗുലർലി ഡൂയിങ് മൈ വീഡിയോസ് വിത്ത് വാട്ട് എവർ ഇസ് ഹാപ്പനിങ് അറൗണ്ട് മീ. ആൻഡ് ഐ വിഷ് മൈ മദർ ആൻഡ് മൈ നീസ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ അവരെ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, അവർ സന്തോഷമായിട്ടിരിക്കണം. ആൻഡ് എന്തെങ്കിലും ഒരു എമർജൻസി അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എനി ടൈം ദേ ക്യാൻ കോൺടാക്ട് മീ. ഞാനത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. എൻ്റെ നീസ് വരുന്നിട്ട് അന്ന് വരെ ലാസ്റ്റ് അവിടെ നിന്നത് പോലും ഞാൻ വിട്ടൊരു മെയ്ഡായിരുന്നു. ആ ലേഡി അന്ന് എനിക്കാണെങ്കിൽ ഏർലി മോർണിംഗ് ഫോൺ കോൾസ് തീരെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് ഫോൺ കോൾസ് ഏർലി മോർണിംഗ്. 6 കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു. അപ്പം ഞാൻ ആദ്യം എനിക്കറിയാമായിരുന്നു അവരൊക്കെ തലേ ദിവസം മിഡ് നൈറ്റ് എപ്പോഴാണ് എത്തുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. ഫസ്റ്റ് ഞാൻ ഫോൺ എടുത്തിട്ട് ചോദിച്ചാൽ, എന്ത് പറ്റി അംബിക, അവരൊക്കെ വന്നില്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ബിക്കോസ് അത്രയ്ക്ക് ഏർലി ആയിട്ട് എന്നെ അവരെന്തിന് ഫോൺ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. നേരത്തെ കുറച്ച് നാൾ നമ്മുടെ ഇവിടെ എന്നെക്കാൾ പ്രായമുള്ള ലേഡിയാ, ഒരു 65 വയസ്സൊക്കെ ഉണ്ടാവണവർക്ക്. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് നാൾ പണ്ട് നിന്നിട്ട് പോയ ഒരു ലേഡിയാ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ചേച്ചി ഞാൻ ഇന്ന് പോവുകയാണ്. ഞാൻ പറഞ്ഞു, അയ്യോ ഇന്ന് പോയില്ലേ, അവരൊക്കെ ഇന്ന് വന്നതല്ലേ ഉള്ളൂ, 2 ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും വന്നിട്ട് പോകും, നിങ്ങൾ ഇന്ന് പോവല്ലേ. അതാണ് ഞാൻ അവരോട് പറഞ്ഞത്. പക്ഷെ അവരന്ന് പോയി. അവരന്ന് ഉച്ചയായപ്പോഴത്തേക്ക് അവരുടേതായ കാരണങ്ങളാൽ വിച്ച് ഐ ഡോണ്ട് ലൈക്ക്, എനിക്ക് അവരോട് പറയാൻ താല്പര്യമില്ല. ഞാൻ കാല് പിടിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ പോലെ അംബിക, പ്ലീസ് എങ്ങനെയെങ്കിലും 2 ദിവസം കൂടെ നിൽക്കുക, 2 ദിവസം